اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, ജീവിതത്തിൽ കഴിവിന്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയും അള്ളാഹുവിന് ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ പരമാവധി ജീവിതത്തിന്റെ ഭാഗമാക്കി അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങളിൽ നിന്ന് പരമാവധി ക്ഷമയോടുകൂടി മാറി നിന്നുകൊണ്ട് നല്ല മനുഷ്യരായി ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും നമ്മുടെ എല്ലാം പരലോക രക്ഷയ്ക്ക് വേണ്ടി ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മുടെ കുടുംബ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകാൻ ഭാര്യ ഭർത്താക്കന്മാർ ശ്രദ്ധിക്കേണ്ട ഇസ്ലാമികമായ ചില കാര്യങ്ങളെ കുറിച്ചാണ് രണ്ടാഴ്ചക്ക് മുൻപ് നാം സൂചിപ്പിച്ചത്. നമ്മുടെ ജീവിതത്തിലെ സന്തോഷവും സമാധാനവും നമ്മുടെ മക്കൾ ചെറിയ കുട്ടികളാകുന്ന കാലത്ത് മാത്രം നമുക്കുണ്ടാകേണ്ട ഒന്നല്ല. നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നമ്മുടെ മക്കൾ കൂടി നിർവഹിക്കുന്ന ഒരു കാലം, ഒരു പ്രായം അവർക്ക് വരാനുണ്ട്. ആ കാലത്തും നമുക്ക് വയസ്സാകുന്ന കാലത്തും ഒരു കൺകുളിർമയുള്ള അവസ്ഥ നമ്മുടെ മക്കളിൽ നിന്ന് നമുക്കുണ്ടായാലേ നമ്മുടെ കുടുംബജീവിതം സന്തോഷകരമാവുകയുള്ളൂ. ഏത് കാലത്താണ് സമാധാനം നഷ്ടമായത് എന്ന് ചോദിക്കുമ്പോ മക്കളൊക്കെ ചെറുതാകുകയായിരുന്നു നല്ലത്, വലുതായപ്പോൾ എല്ലാ സമാധാനവും പോയി എന്ന് പറയുന്ന ആളുകളുണ്ട്. അങ്ങനെ കുറച്ചു കാലം മാത്രം വിവാഹം കഴിഞ്ഞു, മക്കൾക്ക് 2 വയസ്സ് 5 വയസ്സ് 10 വയസ്സ് 12 വയസ്സ് വരെയൊക്കെ ഒരു 10 13 14 കൊല്ലം ഒരു സമാധാനകരമായ ജീവിതം. മക്കൾ കുറച്ച് വലുതായി കഴിയുമ്പോ പിന്നെ നാം സൂക്ഷിച്ചു പോന്ന പാലിച്ചു പോന്ന മൂല്യങ്ങളൊന്നും മക്കളിലില്ലാതെ മക്കളും മരുമക്കളുമൊക്കെ നമുക്കിഷ്ടപ്പെടാത്ത സ്വഭാവവും പ്രകൃതവുമായി ജീവിക്കുന്ന ഒരവസ്ഥ ഇല്ലാതാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ പൂർണ്ണമായി ദുനിയാവിൽ ജീവിക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടാകുക. അല്ലാത്തത് വലിയ പ്രശ്നമാക്കാത്ത ആളുകൾ ഉണ്ടാവും. ഏതെങ്കിലുമൊക്കെ മക്കള് നല്ലത്, ഏതെങ്കിലുമൊക്കെ മദ്യപിക്കുന്ന മക്കള്, ഏതെങ്കിലുമൊക്കെ വ്യഭിചരിക്കുന്ന മക്കള്, അതൊക്കെ അങ്ങനെ ഒരു പ്രശ്നമാക്കാതെ പോകുന്ന ആളുകൾ ഉണ്ടാവും. പക്ഷെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ അതൊക്കെ ഒരു പ്രശ്നമാകണം. അതിനെന്താണെന്ന് ചോദിച്ചാൽ, മക്കളുടെ ചെറുപ്പം മുതൽ തന്നെ കുടുംബത്തിന്റെ കാര്യം നമ്മൾ ഗൗരവമായിട്ട് എടുക്കണം എന്നതാണ്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ അധ്വാനവും എല്ലാ പരിശ്രമവും യഥാർത്ഥത്തിൽ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയാണ്, എല്ലാം കുടുംബത്തിന് വേണ്ടിയാണ്. എന്നാൽ നമ്മുടെ തിരക്ക്, നമ്മുടെ ബിസി, ഇത് കാരണം ഭാര്യയോട് സംസാരിക്കാൻ സമയമല്ല, മക്കൾക്ക് ഓർമ്മകൾ നൽകാൻ കഴിയുന്ന മാതാപിതാക്കളാകാൻ കഴിയുന്നില്ല. എന്താണ് ഓട്ടം തന്നെ ഓട്ടം, ആർക്കു വേണ്ടി? മക്കൾക്ക് വേണ്ടി. ഒന്നിനും സമയമല്ല. അപ്പൊ ഇത് അവസാനം എത്തിച്ചേരുക, നമ്മളൊരു നല്ല പ്രായത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന സ്വഭാവങ്ങളാകില്ല നമ്മുടെ മക്കൾക്ക്. അവരുടെ പെരുമാറ്റവും അവരുടെ സ്വഭാവവും അവരുടെ ആരാധനാ രീതികളും അവരുടെ വസ്ത്രധാരണവും
ഇത് എത്ര കാലം എത്ര കാര്യങ്ങൾ നമ്മൾ കണ്ണടക്കും, ഓരോന്നും കണ്ണടക്കണം. നമ്മുടെ പെൺകുട്ടികൾ കുറച്ച് പ്രായമായി കഴിഞ്ഞാൽ ധരിക്കുന്ന വസ്ത്രം ഇസ്ലാമികമല്ല, അപ്പൊ വാപ്പിയമ്മയും കണ്ണടക്കുക. നമ്മുടെ മക്കൾ സമയമായാൽ നമസ്കരിക്കാൻ പോകുന്നില്ല, അപ്പൊ അതിനും വാപ്പിയമ്മയും കണ്ണടക്കുക. നമ്മുടെ മക്കൾ ചിലപ്പോഴൊക്കെ വീട്ടിലേക്ക് വരുന്നത് മദ്യപിച്ചിട്ടാണ്, അതും കാണാത്തമായിരിക്കുക. ഇങ്ങനെ എത്ര കാലം പോകും? അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ബാപ്പ ഈ ഉമ്മ വലിയ നഷ്ടക്കാരനായി തീരും. പുറത്തേക്കൊക്കെ സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും ആളുകളുടെ ഇടയിൽ ഒരു കാര്യം പറയാനുള്ള കപ്പാസിറ്റി ഈ വാപ്പക്ക് ഉണ്ടാവില്ല. ഉടനെ ചോദ്യം, നിങ്ങളെ മക്കൾ എന്താ അവസ്ഥ, നിങ്ങളെ കുടുംബം എന്താ അവസ്ഥ? അപ്പൊ ഇത് നമ്മുടെ ഒരു ശ്രദ്ധയും പരിശ്രമവും ഉണ്ടായിട്ട് അങ്ങനെ സംഭവിച്ചാൽ നമുക്ക് അള്ളാഹുവിലേക്ക് അതിന്റെ പര്യവസാനം വിടാം. എന്നാൽ നമ്മൾ അതൊന്നും ശ്രദ്ധിക്കാതെ നമ്മൾ നമ്മുടെ കാര്യം രാവിലെ എഴുന്നേറ്റ് ആരും അറിയാതെ വാതിൽ തുറന്ന് നമ്മൾ പള്ളിക്ക് വരിക, നമ്മൾ നിസ്കരിക്കുക, നമ്മൾ പോവുക. നമ്മുടെ മക്കൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ഒരു 5-8 വയസ്സ് വരെയൊക്കെ. അത് കഴിഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് 10 വയസ്സായി എന്ന് നമുക്ക് ബോധ്യമല്ല, ഓർക്ക് 5 വയസ്സായെന്ന് നാട്ടുകാരെ മക്കളെ കുറിച്ചൊക്കെ നമ്മൾ അഭിപ്രായം പറഞ്ഞിരുന്നു. എന്തപ്പോ ഓന് പള്ളിക്ക് വരുമ്പോ ഓന്റെ കുട്ടിനെയും കൂടി കൊണ്ടുവന്നൂടെ? എന്താ പെൺകുട്ടിന്റെ ഒരു അവസ്ഥ, ശരിക്കും തലയിൽ തട്ടിട്ട് നടത്തിക്കൂടെ? അന്ന് എല്ലാരെ കുറിച്ചും അഭിപ്രായം ഉണ്ടാവും. പക്ഷെ അവനവന്റേത് ഇങ്ങോട്ട് ആയി വരുമ്പോ, എന്റെ മകന് 10 വയസ്സായിട്ടുണ്ട്, ഞാൻ എന്റെ കുട്ടിയെയും കൊണ്ട് പള്ളിയിലേക്ക് പോകേണ്ടതുണ്ട്, എന്റെ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടുണ്ട്, അതുകൊണ്ട് ഇനി ഞാൻ എന്റെ പെൺകുട്ടിക്ക് വാങ്ങിക്കൊടുക്കുന്ന വേഷം അത് ഇസ്ലാമികമാകേണ്ടതുണ്ട്, ഞാൻ വിവാഹം കഴിച്ച ഭാര്യയാണ് എന്റെ പെണ്ണ്, അതുകൊണ്ട് തന്നെ എന്റെ ഭാര്യ ഇസ്ലാമികമായ വേഷം ധരിക്കേണ്ടതുണ്ട് എന്ന് അവനവന്റെ കാര്യത്തെക്കുറിച്ചുള്ള ചിന്ത നമുക്കുണ്ടാകണം. അപ്പോഴേ നമുക്കൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 2, 3, 4 മക്കളൊക്കെയുള്ള ഈ മക്കൾ നമ്മുടെ ഒരു ശ്രദ്ധക്കുറവ് കാരണം ഭാവിയിൽ ഒരു ഓർമ്മകളും അവശേഷിക്കാത്ത മക്കളാകുക എന്നത് എത്ര വലിയ അപരാധമാണ്. അങ്ങനെ എത്രയോ മനുഷ്യന്മാരുണ്ട്, എത്രയോ ആളുകളുണ്ട്. ബാപ്പ വളരെ ഉഷാറായിരുന്നു, ബാപ്പ മരിച്ചുപോയി, ഇത് ആരുടെ മകനാണ് എന്ന് ചോദിച്ചാൽ അത് ഇന്ന ആളുടെ മകനാണ് എന്ന് പറയുമ്പോ, പടച്ചോനെ ഇത്ര നല്ല ഒരു മനുഷ്യന്റെ മക്കളാണല്ലോ ഈ ആയിത്തീർന്നത് എന്ന് ചോദിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ കുടുംബം മാറരുത്. അപ്പൊ അതിന് ഒന്നാമതായി നമ്മൾ ഉണ്ടാക്കേണ്ടത്, നമ്മുടെ കുടുംബത്തിൽ ഒരു ദീനിന്റെ അന്തരീക്ഷം നമ്മൾ ഉണ്ടാക്കണം. കുടുംബത്തിൽ ഒരു ദീനിന്റെ അടയാളങ്ങൾ ഉണ്ടാകണം. അത് ശ്രദ്ധയോടുകൂടി ചിന്തിച്ചാലേ ഉണ്ടാവുള്ളൂ. അതിന് ഭാര്യയും ഭർത്താവും സെറ്റായി നിൽക്കണം. ഒരാൾ മാത്രം നിന്നിട്ട് കാര്യമല്ല, ഒരാൾ മാത്രം നിന്നിട്ട് കാര്യമല്ല. ഇനി ഭർത്താവിനെ കൊണ്ട് വേണ്ടത്ര കഴിഞ്ഞിട്ടില്ലെങ്കിലും ഭാര്യ ഒന്ന് മുറുകെ പിടിച്ചാൽ, കല്യാണം കഴിഞ്ഞ് ഭർത്താവിന് ഇസ്ലാമിന്റെ കാര്യത്തിലൊന്നും വലിയൊരു കാര്യമൊന്നുമില്ല, അപ്പൊ ഭാര്യയും കൂടിയാണ് ഭർത്താവിന്റെ ഒപ്പം പോവുകയല്ല വേണ്ടത്. നമ്മൾ ആലോചിച്ച് നോക്കി, എത്ര കുടുംബങ്ങളിൽ നമ്മുടെ ഭാര്യമാർ നെടുന്തൂണുകളായി നിന്നത് കൊണ്ടാണ് ആ കുടുംബത്തിൽ ദീൻ നിലനിന്നത്. അപ്പൊ അത് പുതിയ കാലത്തെ പെൺകുട്ടികളുടെ ജീവിതത്തിലും ഉണ്ടാകണം. അപ്പൊ കുടുംബത്തിൽ ഒരു ദീനിന്റെ അടയാളങ്ങൾ ഉണ്ടാകണം. ആരാധനകൾക്ക് നമ്മൾ മുൻഗണന നൽകണം. ഇപ്പൊ ബാങ്ക് കേട്ടു, നമ്മളൊക്കെ വീട്ടിൽ നമ്മുടെ മക്കളുടെ കൂടെയാണ്. അപ്പൊ TV ഓൺ ചെയ്തിട്ടുണ്ട്, നമ്മൾ അങ്ങനെ സംസാരിക്കും ചെയ്യാണ്. മദ്രസയിൽ നിന്ന് പഠിച്ചിട്ടുള്ളത്, ബാങ്ക് കേൾക്കുമ്പോ നിങ്ങൾ ബാങ്കിന് മറുപടി നൽകണം. ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദനിൽ വസീലത വൽ ഫദീല വബഅസഹു മഖാമൻ മഹ്മൂദൻ അല്ലദി വഅദ്ത. ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ ഹല്ലത്ത് ലഹു ശഫാഅത്തി യൗമൽ ഖിയാമ, നാളെ പരലോകത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, എന്റെ ശഫാഅത്ത് അവർക്കുണ്ടാകും. ഇതെവിടെ പഠിച്ചിട്ടുണ്ട്? മദ്രസയിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഭാര്യയും ഭർത്താവും മക്കളും കൂടിയിരിക്കുമ്പോ ബാങ്ക് കേൾക്കുമ്പോ നമ്മുടെ ചെറിയ കുട്ടി നമ്മളോട് പറയണം, ഉപ്പ ബാങ്ക് കൊടുക്കുന്നുണ്ട്, ഉമ്മ ബാങ്ക് കൊടുക്കുന്നുണ്ട്. അത് ഒറ്റയടിക്ക് ഇങ്ങോട്ട് പറഞ്ഞാണോ? അല്ല, അവൻ സംസാരിച്ചപ്പോൾ അവനോട് നമ്മൾ പറഞ്ഞതാ, മോനെ ബാങ്ക് കൊടുക്കുന്നുണ്ട്. എത്ര പ്രാവശ്യം? 4, 5, 6, 7 പ്രാവശ്യം പറഞ്ഞു ബാങ്ക് കൊടുക്കുന്നുണ്ട്, സംസാരിക്കല്ലേ.
അപ്പൊ കുറച്ച് കഴിയുമ്പോ നമ്മൾ അശ്രദ്ധരാകുമ്പോ നമ്മുടെ മക്കൾ നമ്മളോട് പറയും ഉപ്പ ബാങ്ക് കൊടുക്കുന്നുണ്ട്. അവർ എവിടുന്ന് പഠിച്ചതാ? അത് വീട്ടിൽ നിന്ന് പഠിച്ചതാ. അപ്പൊ ബാങ്ക് എന്നത് ബഹുമാനിക്കേണ്ട ഒന്നാണ്. ബാങ്ക് എന്നത് മറുപടി പറയേണ്ട ഒന്നാണ്. ബാങ്കിന് ശേഷം പ്രാർത്ഥന എന്നൊന്നുണ്ട് എന്നത് എവിടെ നിന്നാ കുട്ടി പഠിച്ചത്? വീട്ടിൽ നിന്ന് പഠിച്ചു. ആര് പഠിപ്പിച്ചു? ബാപ്പയും ഉമ്മയും പഠിപ്പിച്ചു. ബാപ്പയും ഉമ്മയും പഠിപ്പിക്കുന്ന ദീനെ അവശേഷിക്കുകയുള്ളൂ. മദ്രസയിൽ നിന്ന് കിട്ടുന്ന ദീൻ അവശേഷിക്കൂല. ഇനി ബാപ്പയും ഉമ്മയും പഠിപ്പിച്ച ദീന് കുട്ടികളുടെ ജീവിതത്തിൽ ഒരു 10-20 വർഷം ഇല്ല എന്ന് വിചാരിക്കുക, അതുണ്ടാകും 99%. എപ്പോ? വാപ്പ മരിച്ചാലും ഓനൊരു 10-35 വയസ്സാകുമ്പോ ആ ബോധ്യത്തിലേക്കും വരും. എന്ത്? എന്റെ വാപ്പ അങ്ങനെ ഒരാളായിരുന്നു, എന്റെ ഉമ്മ അങ്ങനെ സ്വഭാവമുള്ള ഒരാളായിരുന്നു. അപ്പോഴായിരിക്കും ഒരു പക്ഷേ ബാപ്പയെ കുറിച്ചും ഉമ്മാനെ കുറിച്ചൊക്കെ ഓർക്കാൻ തുടങ്ങാം. സ്വാഭാവികമായി ആ കുട്ടി പ്രായമാകുമ്പോൾ നന്നായി വരും. അതിന് നമ്മൾ എന്ത് വേണം? നമ്മൾ ചെറുപ്പത്തിലെ മക്കൾക്ക് കുടുംബത്തിൽ ദീനിന്റെ അടയാളങ്ങൾ ബാക്കിയാക്കണം. ഖുർആൻ പറയാ, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തോട് നമസ്കാരത്തിന്റെ കാര്യം കൽപ്പിക്കുകയും അതിൽ നിങ്ങൾ ക്ഷമയോടുകൂടി ഉറച്ചു നിൽക്കുകയും വേണം. അതാ ഖുർആൻ പറഞ്ഞത്. കൽപ്പിക്കണമെന്ന് മാത്രല്ല, നല്ല ക്ഷമ വേണം. ഒന്ന് പറഞ്ഞു, നാളെ പറഞ്ഞു, മറ്റന്നാ പറഞ്ഞു, കല്യാണം കഴിഞ്ഞിട്ട് പറഞ്ഞു, ഒരു കുട്ടിയായിട്ടും പറഞ്ഞു, വലിയൊരു മനുഷ്യനായിട്ടും പറഞ്ഞു. ഉമ്മ കിടക്കുന്നോടത്ത് മോനെ ബാങ്ക് കൊടുത്തിട്ടോ, ഉമ്മാന്റെ കുട്ടി പള്ളിയിൽ പോണില്ലേ? എന്താ? ക്ഷമയോടുകൂടി പറയണം. അപ്പോഴോ കുട്ടികൾക്ക് ആ ബോധം ഉണ്ടാവും. അല്ലാഹു പറയാ, ഞാൻ നിങ്ങളോടൊരു ഉപജീവനം ഇങ്ങോട്ട് ചോദിക്കണില്ലല്ലോ, ഞാൻ നിങ്ങൾക്ക് ഉപജീവനം അങ്ങോട്ട് നൽകുകയാണ്. തഖ്വയുള്ള ആളുകൾക്കാണ് ഏറ്റവും നല്ല പര്യവസാനം എന്ന് വിശുദ്ധ ഖുർആൻ പറയാണ്. അപ്പോ ബാങ്ക് കൊടുത്തു, സുബഹിയുടെ ബാങ്ക് കൊടുത്തു, നമ്മൾ മാത്രല്ല പള്ളി പോണ്ടത്. ളുഹറിന്റെ ബാങ്ക് കൊടുത്തു, നമ്മൾ മാത്രല്ല പോകേണ്ടത്. അങ്ങനെ നമ്മൾ കുറച്ചു വയസ്സ്, ഒരു 10 വയസ്സ് മുതൽ ഒരു 15 വയസ്സ് വരെ നമ്മൾ അതങ്ങ് പരിശീലിപ്പിച്ചാൽ പിന്നെ കുട്ടികൾ എന്ത് ചെയ്യും? പള്ളിയിലേക്ക് വരും. നമുക്കിപ്പോ എന്ത് പരിശീലിപ്പിക്കുന്നതിനാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ മക്കളുടെ കാര്യത്തിൽ ജാഗ്രത? നമ്മുടെ മക്കളെ ഏത് കാര്യം പരിശീലിപ്പിക്കുന്നതിനും പരിശോധിക്കുന്നതിനും ശ്രദ്ധിക്കുന്നതിനുമാണ് ഏറ്റവും കൂടുതൽ ജാഗ്രത. ആ ജാഗ്രത ഉൾക്കുണ്ടാവും. അതേതാ? നമ്മൾ ആലോചിച്ചാൽ മതി. അത് ഞാൻ പറയേണ്ട ആവശ്യമല്ല, നമ്മൾ ആലോചിച്ചാൽ മതി. ദീനിന്റെ കാര്യമാണോ? വെള്ളിയാഴ്ച ദിവസമാണ് സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യണം എന്ന കാര്യം വീട്ടിൽ പറഞ്ഞിട്ടുണ്ടോ നമ്മൾ? എങ്കിൽ ആ ജാഗ്രത എപ്പോഴല്ലേ കുറച്ച് കഴിഞ്ഞുണ്ടാവും. മഗ്രിബ് നമസ്കാര ശേഷം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണം എന്നത് നമ്മുടെ കുടുംബത്തിന്റെ ഒരു നിയമമാണ്. നമ്മളത് ചെയ്യണം, നമ്മൾ ഒന്നിച്ചിരുന്നത് ചെയ്യണം. അതിൽ നമ്മളൊരു പരിശീലനമുണ്ടോ? എങ്കിൽ അതുണ്ടാവും. നമ്മൾ നമ്മുടെ മക്കളുടെ കാര്യത്തിൽ ഈ പറയപ്പെട്ട വേഷവും സംസ്കാരവും കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ടോ? എങ്കിൽ അതുണ്ടാവും. പഠനത്തിന്റെ കാര്യം പറയുന്നുണ്ടോ? എങ്കിൽ പഠനത്തിൽ ഉണ്ടാകും. അതല്ലാത്തതാണെങ്കിലോ? അല്ലാത്തതിലുണ്ടാവും. അപ്പൊ ഈ കാര്യം നമ്മൾ പരിശോധിക്കണം. സമയമായാൽ നമസ്കരിക്കാൻ പോകണം. മക്കളെയും കൊണ്ട് നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ജമാഅത്ത് നമസ്കാരത്തിന് പള്ളിയിലേക്ക് കൊണ്ടുപോകാതെ 10 വയസ്സ് മുതൽ 15 വയസ്സ് വരെ വളർത്തിയ ഒരു മകൻ, ഒരിക്കലും നമ്മൾ ചിന്തിക്കണ്ട അവൻ 25-30 വയസ്സാവുമ്പോ സ്വന്തം പോയിക്കോളുന്നു. പോവില്ല. കാരണം ബാപ്പാനിരുന്ന് പഠിച്ചിട്ടില്ല. പരിശീലിപ്പിക്കണം. ബാങ്കട് കൊടുത്താ പിന്നെ നമ്മൾ മക്കളെയും കൊണ്ട് പള്ളിയിൽ പോകണം. പള്ളി പോയി വന്നിട്ട് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. മഗ്രിബ് കഴിഞ്ഞാൽ ഒന്നിച്ചിരുന്ന് ഖുർആൻ ഓതണം. അപ്പോ കുറെ കാലം കഴിഞ്ഞ് വാപ്പാക്ക് 65-70 വയസ്സാകുമ്പോ ഒരു കൺകുളിർമയുള്ള അവസ്ഥ കുടുംബത്തിലുണ്ടാവും. ബാപ്പയിൽ പോയി കട്ടിൽമേ കിട്ടും. പക്ഷെ മകനോട് പറയണ്ട, വാപ്പ ഞാൻ നിസ്കരിച്ചിട്ടുണ്ട് വരട്ടോ എന്ന് പറയും. അത് എവിടുന്ന് കിട്ടുന്നതാ? അത് ഖുതുബയിൽ നിന്ന് കിട്ടൂല, പ്രസംഗത്തിൽ നിന്നും അതുപോലെ തന്നെ യൂട്യൂബിൽ നിന്നൊക്കെ കേൾക്കുമ്പോ ഒരു തരിപ്പ് ഇങ്ങനെ ഉണ്ടാവുള്ളൂ കുട്ടിക്ക്. അങ്ങനെ ഒരു ആവേശത്തിൽ ഒരു 2 ദിവസം ഉണ്ടാവും. അങ്ങനെ കുറെ ആളുകൾ സമൂഹത്തിലുണ്ട്. 2 ദിവസത്തിന് കൊണ്ട് നടക്കണോല് കാര്യമല്ല. ഇത് ഡെയിലി ജീവിതത്തിന്റെ ഒരു ഭാഗമാകണമെങ്കിൽ നമ്മൾ ആ പരിശീലനം നമ്മൾ നൽകണം. ടൂർ പോകണം,
നമ്മൾ ടൂർ പോകുമ്പോൾ എന്ത് ചെയ്യണം? ജംഉം കസറുമാക്കി നമസ്കരിക്കണം. അപ്പൊ അതിനൊരു പ്രാധാന്യം. ദുഹറിന്റെ ബാങ്ക് കൊടുത്തു. പിന്നെ കാഴ്ചകൾ കാണാനും ഭക്ഷണം കഴിക്കാനുള്ള അജണ്ട എല്ലാം ഉണ്ടാണ്ട്. പിന്നെ നമ്മള് മക്കളെ ബാങ്ക് കൊടുത്തിട്ടുണ്ട്, ഇനി നമുക്ക് നല്ല ഒരു പള്ളി കാണുകൊടുത്ത് നിർത്തണം. എന്നിട്ട് ബാപ്പയും ഉമ്മയും മക്കളും ഒളുവെടുത്ത പള്ളി നിസ്കരിച്ചിട്ട് ഇറങ്ങുമ്പോ ഇത് നമ്മുടെ ഒരു അജണ്ടയാണ് എന്ന് നമ്മുടെ മക്കൾക്ക് തോന്നും. ഭക്ഷണം കഴിക്കാനിരിക്കുക, ബിസ്മില്ലാ, ബാപ്പ കുറച്ച് ഉറക്കനാണ് പറഞ്ഞു. മക്കൾ ബിസ്മിയല്ലോ. എന്നാൽ അത് ആരെങ്കിലും ഒരാൾ ചൊല്ലാൻ മറന്നു. ഇന്ന് ആരാ ബിസ്മിയല്ലേത്? അപ്പൊ ഞാൻ മറന്നു. അപ്പൊ ബിസ്മില്ലാഹി അവ്വലഹു വആഖിറഹു. അപ്പൊ നമ്മുടെ കുട്ടി ഒരു 2, 3, 4 ദിവസം ഓന് മറന്നു കാണും. പക്ഷെ ഓനെ പഠിക്കും. എന്ത്? ബിസ്മില്ലാഹി അവ്വലഹു വആഖിറഹു. നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണാണ്. എല്ലാം അങ്ങനെ തന്നെയല്ലേ, പരിശീലനാണല്ലോ. അപ്പൊ ഇതും നമ്മുടെ കുടുംബത്തിലെ ഒരു അജണ്ടയായി രൂപപ്പെട്ടു വരണം. ഭക്ഷണം കഴിച്ചു, അൽഹംദുലില്ലാഹില്ലദീ അത്അമനാ വസഖാനാ വജഅലനാ മുസ്ലിമീൻ. എന്നെ കുടിപ്പിച്ച, എന്നെ കഴിപ്പിച്ച അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. പടച്ചവനെ, എന്നെ മുസ്ലിങ്ങളിൽ പെട്ട ഒരാളാക്കണം റബ്ബേ. അപ്പൊ നമ്മളത് പ്രാർത്ഥിച്ചു. അപ്പൊ കുട്ടികൾ അൽഹംദുലില്ലാ എന്നെങ്കിലും പറയും. അതിന് പകരമായി നമ്മൾ ആലോചിച്ച് നോക്കൂ, ചെറിയ മക്കൾ 8 വയസ്സ്, 10 വയസ്സ്, 6 വയസ്സ്, നമ്മൾ ഭക്ഷണം എടുത്തു കൊണ്ടു, TV ഓൺ ചെയ്തു. നമ്മൾ ആലോചിച്ചാൽ മതി. ഇതൊരു ഉത്തരവൊന്നും ഞാൻ പറയുന്നില്ല. നമ്മൾ എന്തൊക്കെ ചെയ്യണത്? നമുക്ക് ബിസ്മില്ലാന്ന് അറിയാം, നമുക്ക് അൽഹംദുലില്ലാന്ന് അറിയാം, നമ്മൾ നിസ്കരിക്കണോലാണ്, നമ്മൾ വളരെ ഉഷാറാ. പക്ഷെ കുട്ടികൾ ചെറുതാണല്ലോ. നമ്മൾ എങ്ങനെ ആയത്? നമ്മുടെ വാപ്പാരെന്തൊക്കെയോ പറഞ്ഞു തന്നൊരു സ്പാർക്കാണ് നമ്മളവിടെ എത്തിച്ചത്. മോനെ അങ്ങനെ ആകണട്ടോ, ഇങ്ങനെ ആകണട്ടോ. പക്ഷെ നമ്മൾ നമ്മുടെ ഒരു നില വെച്ചുകൊണ്ട് ഭാര്യ വരെ ഒരു പക്ഷെ ഭർത്താവിനോട് പറയും, നോക്കി, നമ്മുടെ മക്കളുടെ ദീനിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു ശ്രദ്ധ വേണട്ടോ, നിങ്ങൾ മക്കളെയും കൊണ്ട് പള്ളിക്ക് പോണട്ടോ, ഇസ്ലാമികമായ സദസ്സുകളിലേക്കും പ്രസംഗങ്ങളിലേക്കും ഒക്കെ പോണട്ടോ. അപ്പോത്തിനൊരു പക്ഷെ ഈ ബാപ്പ കുറെ ദീനുണ്ടെങ്കിലും തത്വം പറയുന്ന ഒരു ബാപ്പയൊക്കെ കാണും. അതിലൊന്നും വലിയ കാര്യമല്ല. അതെന്തുകൊണ്ടറിയോ? അതിലൊന്നും വലിയ കാര്യമല്ല എന്ന് പറയേണ്ട ഒരു അവസ്ഥയിലൊക്കെ എത്തിയത് ഓന് ചെറുപ്പത്തിൽ ദീന് കിട്ടിയോണ്ടാണ്. പക്ഷേ ഈ കുട്ടി 0 ആണ്. ഈ 0 ആയ കുട്ടിയെ വെച്ച് അതിലൊന്നും കാര്യമല്ല പറഞ്ഞാ ഈ കുട്ടി ബാപ്പ വിചാരിക്കണ എന്റെ മായിരെങ്കിലും ആവുമല്ലോ. ആവൂല, ഒന്നും ആകാതെ പോവും. ഇയാൾ ഇങ്ങനെ ഒരു തത്വം പറയുന്ന അവസ്ഥയ്ക്ക് എത്തിയത് അന്ന് നല്ല പരിശീലനം കിട്ടിയിട്ടാണ്. നമ്മളൊരു പക്ഷേ സൈക്കോളജിക്കലായോ അതല്ലെങ്കിൽ ഇങ്ങനെ ഒന്നിങ്ങനെ നല്ലയിലേക്ക് പറയുന്ന ഒരു അവസ്ഥയൊന്നും ഇല്ലാത്ത കുടുംബങ്ങൾ ഉണ്ടാവും. ഒരു പക്ഷെ നമ്മൾ പറയും ഇങ്ങനെ നല്ല കുട്ടികളോട് പറയേണ്ടത്, നമുക്കും അതിൽ അഭിപ്രായം ഉണ്ടാവും. പക്ഷെ അതിൽ അവരുടേത് 97% നമുക്ക് യോജിക്കാൻ പറ്റിയതായിരിക്കും. 3% കാർക്കശിയായിരിക്കും നമുക്കെതിരെ. പക്ഷെ അതുകൊണ്ട് എത്ര നന്മ കുടുംബത്തിന് ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു വാപ്പുള്ളതുകൊണ്ട് നമ്മളിപ്പോ ഇങ്ങനെ ആലോചിക്കുമ്പോ പറയും, ബാപ്പ അന്നാ പറഞ്ഞ പോലെ ഒന്നും എന്റെ കുട്ടിനോട് ഞാൻ അങ്ങനെ പറയേണ്ട ആവശ്യമല്ല. ശരി, ബാപ്പ അങ്ങനെ അന്ന് പറഞ്ഞോണ്ട് എന്താ ആയത്? നമ്മൾ ഉഷാറായല്ലോ. നമ്മളെ തത്വവും മർമ്മൊക്കെ നോക്കി ഇതിപ്പോ എവിടെ എത്തിയ അവസാനം എവിടെ എത്തും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ ദീൻ വിട്ട ഒരു കളി നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകരുത്. അപ്പൊ ഞാൻ പറഞ്ഞത്, നമ്മൾ ഭക്ഷണം, നമ്മുടെ കാര്യങ്ങളൊക്കെ ഭക്ഷണത്തളികയിൽ കൊണ്ടുവന്ന് വെച്ച് നമ്മൾ ആ TV ഓൺ ചെയ്ത് ആര് ബിസ്മി ചൊല്ലി, ആര് അൽഹംദുലില്ലാ ചൊല്ലി എന്നൊരു ഐഡിയ ഇല്ലാതെ, നമ്മൾ ആരും പരസ്പരം സംസാരിക്കാതെ, അള്ളാഹുവിനെ ഓർക്കാതെ ചെറുപ്പത്തിലെ ഈ മക്കളെ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവന്നാൽ അത് ഒരു അപകടാവസ്ഥയിലേക്ക് സത്യത്തിൽ എത്തൂലേ? ഭക്ഷണം കഴിക്കുമ്പോ TV കാണാൻ പറ്റൂല എന്നുള്ളതിന്റെ ഹുക്കുമല്ല ഞാൻ പറയുന്നത്. അത് നമ്മുടെ പരിശീലനത്തിന് പലപ്പോഴും ഒരു തടസ്സമാണ്. ഇജ്തമിഉ അലാ തുആമിക്കും, നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം. അള്ളാഹുവിനെ നിങ്ങൾ ഓർക്കുക. യുബാറക് ലക്കും ഫീഹി, അത് നിങ്ങളുടെ ജീവിതത്തിൽ ബർക്കത്ത് നൽകപ്പെടുമെന്നാണ്. അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. തുമ്മി അൽഹംദുലില്ലാ, മകനൊന്നും പറയണില്ല. അപ്പൊ വാപ്പ ചോദിക്കണ്ടേ, എന്താ മോനെ ഒന്നും പറയാത്ത? യർഹമുക്കുമുല്ലാഹ് യഹ്ദീകുമുല്ലാഹു വയുസ്ലിഹ് ബാലക്കും. ഈ 3 പ്രാർത്ഥനകൾ ഒരു പഠനമാണ്. ഭാര്യ അടുക്കളയിൽ നിന്ന് തുമ്മി അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. ഭർത്താവ് അത് കേട്ടപ്പോ യർഹമുക്കല്ലാഹ് എന്ന് പറഞ്ഞു. അപ്പൊ യഹ്ദീകുമുല്ലാഹു വയുസ്ലിഹ് ബാലക്കും. അപ്പൊ ഇത് ഒരു കുടുംബത്തിൽ ഇങ്ങനെ നടന്നു വരുമ്പോ സ്വാഭാവികമായി നമ്മുടെ മക്കൾ ആ കാര്യങ്ങൾ പരിശീലിക്കും. വളരെ ചെറിയ കാര്യങ്ങളാണ്, പക്ഷേ അതൊക്കെ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാക്കിയെടുത്താലേ ഒരു ദീനുള്ള ഒരവസ്ഥയിലേക്ക് നമ്മുടെ കുടുംബത്തുള്ളൂ.
ഇദാ അതൈത മൽജഅക ഫതവല്ല ഉളൂഅക ലിസ്സലാത്തി ثم التجئ على شقك الايمن. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ കിടക്കുമ്പോൾ നമസ്കാരത്തിന് വുദുവെടുക്കുന്നത് പോലെ വുദുവെടുക്കണം, എന്നിട്ട് വലതുവശം ചേർന്ന് നിങ്ങൾ കിടക്കണം. എന്നിട്ട് സൂറത്തുൽ ഫാത്തിഹയും ഇഖ്ലാസും നാസും ഫലഖും സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്തും അതുപോലെ തന്നെ ആയത്തുൽ കുർസിയും ഒക്കെ പാരായണം ചെയ്യണം. ല്ലേ? ഫഖറ ആയത്തുൽ കുർസി ഫഇന്നഹു ലൻ യസാല അലൈക മിനല്ലാഹി ഹാഫിളൻ വലാ യഖറബക ശൈത്വാൻ ഹത്താ തുസ്ബിഹ. നിങ്ങൾ ആയത്തുൽ കുർസി പാരായണം ചെയ്യുക. അത് അല്ലാഹുവിൽ നിന്നുള്ള ഒരു സംരക്ഷണം നിങ്ങൾക്ക് ലഭിക്കും. നേരം വെളുക്കുന്നത് വരെ പൈശാചികമായ ഒരു സ്വാധീനം നിങ്ങൾക്കുണ്ടാകുകയുമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പൊ അതൊരു അദബാണ്. കിടക്കാൻ പോകുന്ന നേരത്ത് മോനോട്, മോനെ വാപ്പാനെ കുട്ടി ഉളു എടുത്തല്ലേ, ഒറ്റ ചോദ്യം. അപ്പൊ ഒന്ന് ഉളു എടുക്കാന്ന്. അടുത്ത ദിവസം മോനെ ഉളു എടുത്തില്ലേ വാപ്പാന്റെ കുട്ടി? കിടക്കുന്നിടത്ത് പോയിട്ട് വാപ്പാന്റെ കുട്ടി പ്രാർത്ഥിച്ച് കിടന്നില്ലേ? അപ്പൊ പ്രാർത്ഥിക്കാതെ ഇരിക്കും കിടന്നക്ക. അപ്പൊ വാപ്പ പറഞ്ഞപ്പോ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു, ഒക്കെ ഊതി തടവി കടന്നു. അപ്പൊ നമ്മുടെ ബാധ്യത എന്താ? ചോദിക്കുക എന്നുള്ളതാണ്. ചോദിക്കുക, നിരന്തരം പറയുക, നിരന്തരം ഉപദേശിക്കുക. ദീനിനെ കുറിച്ച് നമ്മൾ യാത്ര പോകുമ്പോഴൊക്കെ നമ്മൾ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാക്കണം. നമ്മൾ ദീനിനെ കുറിച്ചൊക്കെ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാക്കി ഇങ്ങനെ സംസാരിക്കണം. എന്താ? അത് മനഃപൂർവ്വം നമ്മൾ ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ബാപ്പ മരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന 3 കാര്യങ്ങളിൽ ഒന്നെന്താ? ഒന്ന് സ്വതക്കത്തുൻ ജാരിയയാണ്, അത് നമ്മൾ പണമിറക്കിയതാണ്. രണ്ടാമത്തേത് നമ്മുടെ അറിവ് നാം ചിലവഴിച്ചതാണ്. മൂന്നാമത്തേത് മക്കളാണ്. മക്കൾ എന്ന് പറഞ്ഞാൽ ബാപ്പ മരിച്ച് എത്ര വർഷം കഴിഞ്ഞാലും പ്രാർത്ഥനയുടെ ആദ്യം, പടച്ചോനെ എന്റെ ബാപ്പാന്റെ ഖബർ വിശാലമാക്കണം റഹ്മാനെ, അങ്ങനെ പറയണമെങ്കിൽ ദീന് വേണം മക്കൾക്ക്, അല്ലെ കഴിയില്ല, അല്ലെങ്കിൽ ഓർക്കൂല. അപ്പൊ അതിന് ഒരു പരിശീലനം നാം നൽകുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അത് നമ്മുടെ ആരാധനയുടെ ഭാഗത്ത് നാം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി മറ്റു സംസ്കാരങ്ങളുടെ ഭാഗത്ത് കുറെ ഉണ്ട്. ആരാധനകളുടെ ഭാഗത്ത് നാം മാത്രം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സംസ്കാരങ്ങളിൽ മൂല്യം എന്ത് ചെയ്യും? ചോർന്നു പോകും. വേറെ കുറെ മൂല്യങ്ങൾ നമ്മുടെ മക്കൾക്ക് വേണം. ഇപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇപ്പൊ എത്രയോ കുടുംബങ്ങളിൽ പോയാൽ കാണാൻ സാധിക്കും സന്തോഷകരമായി ജീവിക്കാത്ത മാതാപിതാക്കളെ. പ്രായമായി 65 വയസ്സ്, 70 വയസ്സ്, 60 വയസ്സൊക്കെ ആയി. പക്ഷെ അവർക്ക് അവരുടെ മക്കളുടെ കാര്യത്തിൽ ഒരു സന്തോഷമല്ല. മക്കളില്ലേ? മക്കളുണ്ട്. മുസ്ലിം അല്ലേ? മുസ്ലിമാണ്. പക്ഷെ ഒരു സന്തോഷമല്ല. എന്നാൽ ഒരു പക്ഷേ മക്കൾക്ക് നിസ്കാരം കാര്യമൊക്കെ ഉണ്ടാവും, മദ്യപാനം കാര്യങ്ങളൊന്നും മക്കൾക്കില്ല. പക്ഷേ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഈ മാതാപിതാക്കൾക്ക് മക്കളോട് ഒരു സന്തോഷകരമായ അനുഭവമില്ല. അപ്പൊ അതിന് നമുക്ക് ചെയ്യാൻ കഴിയുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന് ദീൻ നൽകുക എന്നതാണ്. രണ്ടാമത്തേത് നമ്മുടെ കുടുംബങ്ങളിലെ പ്രായമുള്ളവരെ നാം നല്ലവണ്ണം പരിചരിച്ചുള്ള അനുഭവം നമ്മുടെ മക്കൾക്കുണ്ടാകണം. പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. നമ്മുടെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു പോയാലേ പടച്ചോനെ ഇനി ഇത് തിരിച്ചു കിട്ടൂലല്ലോ നമുക്ക് ഓർമ്മ വരുള്ളൂ. പിന്നെ നമുക്ക് പ്രായമുള്ള ആളുകളൊക്കെ ചെന്ന് കണ്ട് വീട്ടിലാണ് ചെല്ലുമ്പോ അവിടെ 80 വയസ്സുള്ള ഒരു വാപ്പുണ്ട്, അല്ലെങ്കിൽ ഒരു അച്ഛനുണ്ട്, 70 വയസ്സുള്ള ഒരു അമ്മയുണ്ട്. അപ്പൊ നമുക്കിങ്ങനെ പൂതിയാവും, പടച്ചോനെ ഇങ്ങനെ ഒരു വാപ്പ ഉണ്ടായിരുന്നെങ്കിൽ, ഇങ്ങനെ ഒരു ഉമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്നിങ്ങനെ പൂതിയാവും. നമുക്ക് വാപ്പമ്മ മരിച്ചു പോയാലേ നമുക്ക് ബോധ്യമാവുള്ളൂ, ഇങ്ങനെ ഒന്നും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമുക്ക് ചില സമയത്തൊക്കെ ഇങ്ങനെ ആഗ്രഹം ഉണ്ടാവും. കാരണം നമ്മെ മക്കളായി കാണാൻ മാതാപിതാക്കൾക്ക് മാത്രമേ സാധിക്കുള്ളൂ. അപ്പൊ അവർ ഉള്ള സമയത്ത് അവരെ നമ്മൾ ആദരിക്കണം, ബഹുമാനിക്കണം. അത് മൊത്തത്തിൽ ചെറിയവരോട് കരുണ കാണിക്കുക, വലിയവരെ ആദരിക്കുക എന്നത് പ്രധാനപ്പെട്ടതാണ്. രണ്ടും പറയുന്നുണ്ട്. പാപ്പാരെന്ത് ചെയ്യണം? കുട്ടികളെ കാരുണ്യം കാണിക്കണം, കുട്ടികൾക്ക് അനുഭവങ്ങൾ നൽകണം. അനുഭവം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പക്ഷെ നമ്മള് 10 ലക്ഷം രൂപ മുടക്കി അല്ലെങ്കിൽ 50 ലക്ഷം രൂപ മുടക്കി ഒരു കോഴ്സിന് പറഞ്ഞയച്ച് അത് പാസ്സായി ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്ന മക്കളായി നമ്മുടെ മക്കൾ ചിലപ്പോൾ തിരിച്ചു വരും. അതൊന്നും അനുഭവത്തിൽ ഉണ്ടാവില്ല. അനുഭവം എന്തുണ്ടാവുള്ളൂ അറിയോ? 20 റുപ്യന്റെ ഒരു കളിപ്പാട്ടം. അത് കുറെ കഴിഞ്ഞ കുട്ടികൾ പറയും, പാപ്പ അന്നാ കൊണ്ടുവന്നെ, സ്കൂള് വിട്ട് വന്ന സമയത്ത് കൊണ്ടുവന്നേ, ഞാൻ സ്കൂള് വിട്ട് വന്ന് വീട്ടിലെത്തിയപ്പം കണ്ട കളിപ്പാട്ടം പ്രധാനമാണ്. ചില രക്ഷിതാക്കളൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. എന്താ? ഒന്നും വാങ്ങിക്കൊടുക്കൂല.
ഞാൻ സാമ്പത്തികമായ പരാധീനതയുള്ളവരെ സങ്കടപ്പെടുത്താനല്ല പറയുന്നത്, സ്വാഭാവികമായി ചെയ്യാൻ കഴിയില്ല. പക്ഷെ അതിനൊക്കെ കഴിയുമെങ്കിലും ഒന്നും വാങ്ങിക്കൊടുക്കാത്തവരുണ്ട്. എന്താ അങ്ങനെ വിചാരിക്കുന്ന ചില ആളുകളുണ്ട്. കുട്ടികൾക്ക് സൈക്കിൾ വാങ്ങിക്കൊടുക്കാൻ പറ്റൂല, ഓ നാശാവും. കുട്ടികൾക്ക് കളിപ്പാട്ടം വാങ്ങിക്കൊടുക്കാൻ പറ്റൂല, ഓ നാശാവും. പിന്നെ ഓലെങ്ങനെ സ്ട്രിക്റ്റിൽ ഇങ്ങനെ വളർത്തുക. അങ്ങനെയല്ല, നമ്മൾ കുട്ടികൾക്ക് അനുഭവങ്ങൾ കൊടുക്കണം. സംസാരം ഒന്നിനും കഴിയുന്നില്ല, സംസാരം ഒരു അനുഭവമാണ്. ഉമ്മയും ബാപ്പയും മക്കളും കൂടി ഇരുന്ന് കാണും, ഇങ്ങനെ വർത്താനം പറയാം, തമാശ പറയാം, ചിരിക്കുക ഒരു അനുഭവമാണത്. കുറച്ചു കഴിഞ്ഞാൽ നമുക്കും അവർക്കും അത് കിട്ടൂല. അപ്പൊ മക്കൾക്ക് അനുഭവങ്ങൾ നൽകാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്നിച്ച് യാത്ര പോകാൻ കഴിഞ്ഞാൽ നമുക്ക് ഒന്നിച്ച് യാത്ര പോകാം. എന്തെങ്കിലും വാങ്ങി, പ്രത്യേകിച്ച് എന്തെങ്കിലും കുട്ടികൾ എന്തെങ്കിലും റിസൾട്ട് ഒക്കെ ഉണ്ടായി എന്തെങ്കിലും ഒരു ചെറിയ സമ്മാനം, അതൊരു ഓർമ്മയാണ്. ഓർമ്മകൾ നൽകണം. ഓർമ്മകളാണ് പടച്ചോൻ എന്റെ വാപ്പൻ എത്ര സ്നേഹിച്ചിരുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാനുള്ള ഒരു മനസ്സുണ്ടാകുക. ഓർമ്മകൾ പ്രധാനമാണ്. അതുപോലെ തന്നെ മുതിർന്നവരെ ആദരിക്കുക എന്നത്, മുതിർന്നവരുടെ അനുഭവത്തെയും അറിവിനെയും നമ്മൾ വിലമതിക്കണം. നമ്മുടെ വാപ്പ വളരെ ചെറിയൊരു കച്ചവടക്കാരനായിരുന്നു, പക്ഷെ നമ്മളിപ്പോ വലിയൊരു ബിസിനസ്മാനാണ്. അതുകൊണ്ട് വാപ്പ എന്താ അന്ന് ഇങ്ങനെ ഒരു സാധാരണ കച്ചവടം നടത്തിയ ഒരാള് വാപ്പാനിടുന്ന ഒരു ഐഡിയയും സ്വീകരിക്കാൻ പറ്റൂല എന്നല്ല നമ്മൾ പറയേണ്ടത്. മറിച്ചോ വാപ്പയുടെ അറിവിനെയും അതുപോലെ തന്നെ അവരുടെ അനുഭവത്തെയും നമ്മൾ വിലമതിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു ബർക്കത്ത് ഉണ്ടാകുക. അത് നമ്മൾ മാതാപിതാക്കളോട് ചെയ്യേണ്ടതാണ്. ഒന്നും പറയാതെ നമുക്ക് എത്ര ആഗ്രഹം ഉണ്ടാവും. നമ്മുടെ മക്കൾ ഒരു കാര്യപ്പെട്ട കാര്യം നമ്മളോട് പറയുമ്പോൾ നമ്മുടെ ബാപ്പാർക്ക് എത്ര ആഗ്രഹം ഉണ്ടാവും അറിയോ? എവിടുന്നൊക്കെയാണ് മക്കളുടെ വരുമാനം വരുന്നത്, എന്തൊക്കെയാണ് ഇനി ചെയ്യുന്നത്, ഒരു വർഷമായിട്ട് എന്തൊക്കെ കച്ചവടമാണ് നടത്തിയത്, ഒരു വർഷമായിട്ട് എത്രയാണ് സക്കാത്ത് കൊടുത്തത്, ഏതൊക്കെ ആളുകളെയാണ് സഹായിച്ചത്. ഇതൊക്കെ ഒരു മകനിൽ നിന്ന് ഇങ്ങനെ കേൾക്കുമ്പോ ഒരു ബാപ്പാക്ക് എത്ര വലിയ ആസ്വാദനവും സന്തോഷവും ഉണ്ടാകും. പക്ഷെ ബാപ്പാരെട്ടി ഒരു ഇടപാടില്ല. ഉണ്ട്, സുഖമില്ലാതെയോ നേരെ വണ്ടി കൊണ്ടുപോകുക, ഹോസ്പിറ്റലിൽ പോവുക, ബ്ലഡ് ചെക്ക് ചെയ്യുക, ഡോക്ടറെ കാണിക്കുക, വീട്ടിലിറക്കുക, നമ്മളെ വീട്ടിൽ പോരുക. ഇങ്ങനെ നമ്മളെ വാപ്പയാണെങ്കിലോ? അപ്പൊ നമ്മൾ എന്താ ബാപ്പാർക്കും ഉമ്മാർക്കും കൊടുക്കുന്ന അനുഭവം? ഈ അനുഭവം മക്കൾ എന്ന നിലക്ക് നമ്മൾ നൽകണം. സംസാരത്തിൽ ആദരവുണ്ടാകണം. ഉപ്പയാണ് ഉമ്മയാണ്, സംസാരത്തിൽ ആദരവുണ്ടാകണം. അവരെ അപമാനിക്കുന്ന, പ്രയാസപ്പെടുത്തുന്ന സംസാരങ്ങൾ നമ്മുടെ മാതാപിതാക്കളോട് നമ്മൾ ചെയ്യരുത്. ഇങ്ങനെയൊക്കെ ആകുമ്പോ വീട്ടിലുള്ള വല്യമ്മയും വല്യപ്പയും നിലയും വിലയുമുള്ള ആളുകളായി തീരും. ആർക്ക്? പേരമക്കൾക്ക്. നമ്മൾ ഇങ്ങനെ നിൽക്കുമ്പോ ആരെ വിളിച്ച്? ഉമ്മമ്മയെ വിളിച്ച്. പേരക്കുട്ടി ഓടി വരും. കാരണം എന്താ? വാപ്പ അതിലേറെ സ്പീഡിൽ ഓടി വരുന്ന അമ്മ വിളിക്കുമ്പോ. ആരെ വിളിച്ചത്? ഉപ്പയാണ് വിളിച്ചത്. കാരണം ഉപ്പയോട് അത്ര മാന്യമായിട്ടാ നിൽക്കുക. അപ്പൊ അതൊരു അനുഭവമാണ്. അപ്പൊ ഈ കുട്ടികൾക്ക് മനസ്സിലാവും, പ്രായമായി കഴിയുമ്പോ പിന്നെ പ്രത്യേകിച്ച് ഒരു ക്ലാസ് ഒന്നും വേണ്ട. കാരണം അവൻ കണ്ട വാപ്പ എങ്ങനെയാണ്? ആ വാപ്പാക്ക് സുഖമില്ലാതെയപ്പോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ വാപ്പ, ഉമ്മയുടെ അടുത്ത് പോയിരുന്ന് സംസാരിച്ച വാപ്പ, ഇത് ഒരു അനുഭവമാണ്. അപ്പോ ആരാധനകളിൽ മാത്രമല്ല ബാക്കിയുള്ള കാര്യങ്ങളിലും അനുഭവങ്ങൾ നൽകാൻ നമുക്ക് കഴിയുക എന്നത് പ്രധാനപ്പെട്ട ഒന്നാണ്. ആ ആയത്തിന്റെ അവസാന ഭാഗമാണ്. എല്ലാം അതിൽ പ്രധാനമാണ്. കാരുണ്യത്തിന്റെ ചിറകുകൾ അവർക്ക് വിടർത്തി നൽകണം. അവരോട് മാന്യമായി സംസാരിക്കണം. എന്ന് പോലും പറയരുത്. പ്രായമായി കഴിഞ്ഞാൽ മാന്യമായി വർത്തിക്കണം. വഖുൽ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. അല്ലാഹുവേ, എന്റെ മാതാപിതാക്കൾ എന്നോട് ചെറുപ്പത്തിൽ കരുണ ചെയ്തതുപോലെ നീ അവരോട് കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്ന മക്കളായി തീരാൻ നമുക്ക് സാധിക്കണം. ഞാൻ സൂചിപ്പിച്ചത്, നമ്മുടെ മക്കൾ കൂടി നന്നായാലേ നമ്മുടെ കുടുംബജീവിതം സന്തോഷകരമായി തീരുകയുള്ളൂ. അതിന് മക്കൾക്ക് നല്ല അനുഭവങ്ങൾ, മക്കൾക്ക് ഇസ്ലാമികമായ പാഠങ്ങൾ, അതെല്ലാം നൽകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.